എസ്.കെ. സജീഷ് തുടങ്ങി വെച്ച ചോദ്യത്തിൽ നിന്നുള്ള മറുപടി. ആദ്യം കേന്ദ്രത്തെ കുറ്റം പറയുന്നതിന് മുൻപ് കർണാടക സർക്കാർ 100 വീട് നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനം നൽകിയ കത്തുണ്ട്. ആ കത്തിന് ഒരു മറുപടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയില്ല എന്നാണ് സിദ്ധരാമയ്യയുടെ രണ്ടാമത്തെ കത്തിൽ വ്യക്തമാകുന്നത്. കർണാടകയോട് നിങ്ങൾ എന്ത് മറുപടി പറയും? ഇത് കർണാടക സിദ്ധരാമയ്യ കോൺഗ്രസ് സർക്കാരിനുള്ള പകവീട്ടലാണോ? നമ്മുടെ ദുരിതബാധിതർക്കായി 100 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന സിദ്ധരാമയ്യയുടെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ സഹായ വാഗ്ദാനം സ്വീകരിച്ച് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാത്തതിലും അതിനൊരു മറുപടി കത്ത് പോലും അയക്കാത്തത് അവരോടുള്ള പകയാണോ? ഡോക്ടർ അരുൺ, ഇപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ഇവിടെ BJP പ്രതിനിധി ശ്രീപത്മനാഭനും BJPയും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പ്രതിസന്ധിയിലാകുമ്പോൾ ഒരു കൈ കൊടുത്ത് അവരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു നിലപാടാണ് ഇവിടെ BJPക്ക് വേണ്ടി കർണാടകയിലെ മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. ഇവിടെ പ്രഖ്യാപനം നടത്തി സിദ്ധരാമയ്യക്ക് BJP സഹായിക്കണമെന്നൊരു താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സിദ്ധരാമയ്യ ഉന്നയിച്ച പ്രശ്നം ശരിയാണോ? മുഖ്യമന്ത്രി ഒരു മറുപടിയെങ്കിലും നൽകിയിട്ടില്ലേ എന്നതാണ് ചോദ്യം. അതറിയാൻ കേരളത്തിന് അവകാശമുണ്ട്. അതെ, തീർച്ചയായും അരുൺ. ഞാൻ അത് പറയുന്നതിൻ്റെ ഇടയിലാണ് അരുണിൻ്റെ ശബ്ദം കയറി വന്നത്. അതായത് കർണാടകത്തിൽ നിന്ന് സിദ്ധരാമയ്യ കേരളത്തിന് 100 വീടുകൾ നൽകാമെന്ന് സമ്മതിച്ചപ്പോൾ 2024 ആഗസ്റ്റ് 3-ാം തീയതി തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് കേരളത്തെ സഹായിക്കാൻ കാണിച്ച സന്മനസ്സിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ട്വീറ്റ് ചെയ്യുകയും തുടർന്ന് തൊട്ട് പിറ്റേ ദിവസം തന്നെ റീഹാബിലിറ്റേഷൻ്റെ ചുമതലയുള്ള ഗീത IAS കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും ടൗൺഷിപ്പാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്, അതുകൊണ്ട് ആ രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നറിയിക്കുകയും ചെയ്തു. ഇവിടെ ഒരാളുടെയും സ്പോൺസർഷിപ്പ് വേണ്ട എന്ന സമീപനം ഗവൺമെൻറ്റിനില്ല. എല്ലാവരും പല രീതിയിലുള്ള സ്പോൺസർഷിപ്പ് ഇതുപോലെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ സ്പോൺസർഷിപ്പിന് എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു ഫ്രെയിം വർക്ക് ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു കേരളത്തിൽ. അതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പല രീതിയിലായിരിക്കും സഹായം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ചില ആളുകൾ അംഗൻവാടി, സ്കൂള്, അതുപോലെ തന്നെ പെയിൻറ്റ് നൽകാം, കമ്പി നൽകാം, സിമൻറ്റ് നൽകാം, ഇങ്ങനെ വീട് നൽകാം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിന് കൃത്യമായൊരു ഫ്രെയിം വർക്ക്, ഇങ്ങനെ വന്ന ഓഫറുകളെക്കുറിച്ചുള്ള കൃത്യമായൊരു ഫ്രെയിം വർക്ക് കേരളത്തിൽ തയ്യാറാക്കപ്പെട്ടു സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ രണ്ടാമത് കാണേണ്ടത് ഈ ടൗൺഷിപ്പ് ഡിസൈൻ പോലും തയ്യാറാക്കപ്പെട്ടു. ആ ഡിസൈൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആ കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ നമ്മൾ മറ്റൊരു കാര്യം പ്രധാനമായും കാണേണ്ടത്, ഇത് എങ്ങനെയാണ് ഈ സ്ഥലം കണ്ടെത്തിയെന്നാണ്. 2 സ്ഥലത്തിലേക്ക് എത്തിച്ചു. ആദ്യം 30ഓളം സ്ഥലങ്ങളാണ് കണ്ടെത്തിയത്. ആ 30ഓളം സ്ഥലങ്ങൾ ഒരു വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ, ശാസ്ത്ര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു. കാരണം അവിടെ മറ്റ് അപകട സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇനിയൊരു അപകടം ഉണ്ടാകാത്ത രീതിയിൽ പരിശോധന നടത്തി. ആ 30 സ്ഥലങ്ങളിൽ നിന്ന് 10 എണ്ണം ഉചിതമാണ് എന്ന രീതിയിൽ കണ്ടെത്തി. ആ 10 എണ്ണത്തിനകത്തിൽ നിന്നാണ് പിന്നെ 2 എണ്ണം ഉചിതമാണ് എന്നുള്ള രീതിയിൽ പൂർണ്ണമായും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ ഇടയിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഗുണഭോക്താവായി വരുന്ന ആളുകൾ അവരുടെ അഭിപ്രായം സ്വീകരിച്ചു. ചിലർക്ക് ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട്, ചില ഇതെല്ലാം നമ്മൾ ദുരിതാശ്വാസ പെർമനന്റ് ആയിട്ടുള്ള റീസെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അതായത് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് ടൗൺഷിപ്പ്. അതുകൊണ്ട് സിദ്ധരാമയ്യയുടെ ഇപ്പോൾ 100 വീടുകൾ നിർമ്മിച്ചു തരാമെന്ന വാഗ്ദാനം ഇപ്പോൾ സർക്കാരിന് പരിഗണിക്കാൻ കഴിയില്ല. ടൗൺഷിപ്പ് വരുന്ന ഘട്ടത്തിൽ ആ 100 വീടുകൾ നമുക്ക് വേണം. ഇതല്ലേ സർക്കാർ പറയുന്നത്? അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ടൗൺഷിപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഒരുപാട് സ്പോൺസർമാർ പിന്തിരിഞ്ഞു പോകുന്നു. അങ്ങനൊരു അവസരം ഉണ്ടാക്കുന്നു സർക്കാർ എന്നാണ്. ഡോക്ടർ അരുൺ, ഞാനത് കൺക്ലൂഡ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിലാണ് താങ്കൾ സംസാരിച്ചത്. ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ആ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ കോടതിയുമായി ബന്ധപ്പെട്ട് ആ കോടതി ഇപ്പോൾ ഹൈക്കോടതി അതിൻ്റെ അവസാന വിധി പറയാനായി വെച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായി കർണാടക സർക്കാരിനെ ഞങ്ങൾ ടൗൺഷിപ്പാണ് രൂപീകരിക്കുന്നത്, നിങ്ങളുടെ സഹായം വേണമെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇതിൻ്റെ ചുമതലയുള്ള ഗീത IAS കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അറിയിച്ചിട്ടും പിന്നീട് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ അതിനകത്തൊരു അനിശ്ചിതാവസ്ഥയുണ്ടല്ലോ. കഴിയും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. മറ്റൊരു വഴി 100 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിയില്ലേ? അങ്ങനെ അനിശ്ചിതകാലം നീണ്ടാൽ എത്ര കാലം കാത്തിരിക്കണം സ്പോൺസർമാർ? അവരവരുടെ വഴിക്ക് പോവില്ലേ സജീഷ്? ഒരാൾ വഴിക്കും പോവില്ല.
ഇപ്പോൾ ഡോക്ടർ അരുൺ ഇപ്പോൾ ഒരു ചർച്ചയുടെ ഭാഗമായി ഇങ്ങനെ സൂചിപ്പിക്കുമെങ്കിലും അവിടെ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന രീതിയിലുള്ള ടൗൺഷിപ്പാണ്. 1000-ഓളം വീടുകൾ, 1000-ലധികം വീടുകൾ, മറ്റ് സംവിധാനങ്ങൾ, ആശുപത്രികൾ, കെട്ടിടങ്ങൾ എല്ലാമുള്ള ടൗൺഷിപ്പിൻ്റെ ഡിസൈനായി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടൗൺഷിപ്പാണ് തുടങ്ങുന്നതെന്ന് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്, അവരോട് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്പോൺസർമാരുടെയും കാര്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു ചരിത്രപരമായി തന്നെ അതിൻ്റെ ഒരു ഫ്രെയിംവർക്ക് തയ്യാറാക്കി ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. അതായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ രീതിയിൽ സഹായം വാഗ്ദാനം ചെയ്തവരുണ്ട്. ഇവരെ ഈ രീതിയിൽ അറിയിക്കുകയല്ലാതെ അതിന് പകരമായി ഓരോ ആളുകളുടെയും എല്ലാ ദിവസവും ഞങ്ങളുടെ തീരുമാനം ഇതാണ് എന്ന് അറിയിക്കേണ്ട കാര്യമില്ല. അത് നന്ദിപൂർവ്വം അറിയിച്ചിട്ടുണ്ട്, എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും സഹായിക്കും. സഹായിക്കാൻ സന്മനസ്സില്ലാത്തത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. അതുകൊണ്ടാണ് 10 പൈസ അവർ തരാത്തത്. മറ്റു സംസ്ഥാനങ്ങളെ സഹായിക്കുമ്പോൾ ഇവിടെ സഹായിക്കാത്തത്. ഏറ്റവും ഒടുവിൽ പല കാര്യങ്ങളും നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം സംശയം സജീഷ്, ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയാണ്. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ബി.ജെ.പിയുടെ നേതാക്കളോ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ മറ്റ് വിവിധ സോഴ്സുകളിൽ നിന്നായി 70 കോടിയോളം രൂപ സർക്കാരിന് കിട്ടിയിട്ടുണ്ടോ? ഒരു കാര്യം, സഹായിച്ച പലരും ഉണ്ടാകും, ആരും സഹായിച്ചിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ഈ പറയുന്ന ഒരു PDNയും ഇല്ലാതെ പണം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എത്ര ചെലവാക്കി? ഈ പറയുന്ന 70 കോടി രൂപ ബി.ജെ.പി. ഭരിക്കുന്ന നൽകിയെന്നാണ് VP ശ്രീപത്മനാഭൻ പറഞ്ഞത്. ഡോക്ടർ അരുൺ, അവിടെ നമ്മളൊരു ക്ലാരിറ്റി വരുത്തേണ്ട കാര്യം, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ ആ ഒരു നിലയിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവിശ്വസിക്കപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ തലതൊട്ടപ്പന്മാർ സ്വീകരിച്ച നിലപാടൊരു പ്രശ്നമാണ്.